കിടക്കയിൽ ഭർത്താവിന് ഇപ്പോൾ പഴയ പോലെ താല്പര്യമില്ല. ഇത് പല ഭാര്യമാർക്കും ഒരിക്കലും ആരോടും പറയാത്ത, ഒരുപാട് സ്ത്രീകൾ നിശബ്ദമായി സഹിക്കുന്ന വേദനയാണ്. എന്നാൽ പലപ്പോഴും കാരണം ശരീരത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, അത് മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പ്രശ്നം യഥാർത്ഥത്തിൽ കിടക്കയിലല്ല, മറിച്ച് ബന്ധത്തിനുള്ളിൽ തന്നെയാണ്. ഇന്നത്തെ വിഷയം, ഭർത്താവിന് എന്തുകൊണ്ടാണ് ശാരീരിക ബന്ധത്തിൽ താല്പര്യം നഷ്ടപ്പെടുന്നത്? പഴയ പ്രണയവും സ്നേഹവും എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും? ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒരു പുരുഷന് താല്പര്യം നഷ്ടപ്പെടുമ്പോൾ അത് പലപ്പോഴും ഒരു ലൈംഗിക പ്രശ്നമല്ല, അത് ഒരു വൈകാരിക അകലമാണ്. ദിവസേനയുള്ള ജോലി സമ്മർദ്ദം, സാമ്പത്തിക സമ്മർദ്ദം, അനന്തമായ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം കൂടി അവൻ്റെ മാനസിക ഊർജം ചോർത്തിക്കളയുന്നു, അവൻ്റെ മനസ്സിനെ ശൂന്യമാക്കുന്നു. മനസ്സ് തളരുമ്പോൾ ശരീരം പ്രതികരിക്കുന്നത് നിർത്തുന്നു. ഒരു സ്ത്രീക്ക് സ്നേഹം പലപ്പോഴും വാത്സല്യത്തിലൂടെയും വാക്കുകളിലൂടെയും അനുഭവപ്പെടുന്നു. എന്നാൽ പലപ്പോഴും ഒരു പുരുഷന് സ്നേഹം അനുഭവപ്പെടുന്നത് സമാധാനത്തിലൂടെയും സ്വീകാര്യതയിലൂടെയുമാണ്. ഒരു ഭർത്താവ് നിരന്തരം വിമർശിക്കപ്പെടുകയോ, തൻ്റെ വാക്കുകൾ ഭാര്യ കേൾക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ഭാര്യ നിരന്തരം കുറ്റപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അവളോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. പതുക്കെ അവൻ്റെ ആഗ്രഹവും ഇല്ലാതാകുന്നു. അയാൾ അത് പറയുന്നത് വളരെ അപൂർവമാണ്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്കത് തോന്നുന്നു. ചിലപ്പോൾ കാരണം ശരീരത്തിൻ്റെ പ്രതികരണവുമാണ്. ക്ഷീണം, മോശം ഭക്ഷണക്രമം, ഉറക്കക്കുറവ്, പ്രമേഹം, അല്ലെങ്കിൽ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, ഇവയൊക്കെ ലൈംഗിക താല്പര്യം കുറക്കും. ഇതോടൊപ്പം ആധുനിക ജീവിതശൈലി, മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം, അശ്ലീല ചിത്രങ്ങളോടും വീഡിയോകളോടുമുള്ള ആസക്തി, ഒറ്റപ്പെടൽ എന്നിവ യഥാർത്ഥ സ്നേഹബന്ധത്തെ കുറക്കാൻ കാരണമാക്കുന്നു. വാത്സ്യായനൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദ ബോഡി ഒബേസ് ദ മൈൻഡ് ആൻഡ് ദ മൈൻഡ് ഒബേസ് അഫെക്ഷൻ. ശരീരം മനസ്സിൻ്റെ ആജ്ഞ അനുസരിക്കും, മനസ്സ് സ്നേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കും. മനസ്സിൽ സ്നേഹം അപ്രത്യക്ഷമാകുമ്പോൾ ശരീരം പ്രതികരിക്കാതിരിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷം, രണ്ട് ആളുകൾ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുമ്പോഴും അവരുടെ മനസ്സ് വേർപിരിയുമ്പോഴാണ്. അവൾ കരുതും അവൻ ഒരുപാട് മാറിപ്പോയി, അവൻ കരുതും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല. രണ്ടുപേരുടെയും വേദന ശരിയായ രീതിയിൽ പങ്കുവെക്കുന്നില്ല. അങ്ങനെ അഭിപ്രായം അകലം പാലിക്കും, അകലം അവഗണനയാകും. ആ നിശബ്ദതയിൽ സ്നേഹം പതുക്കെ മരിക്കുന്നു. ഒരു ബന്ധത്തെ തിരിച്ചുപിടിക്കാനും ആഗ്രഹത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആരംഭിക്കേണ്ടത് കിടക്കയിൽ അല്ല, സംഭാഷണത്തിലാണ്. ഒന്ന് സംസാരിക്കുക, പരസ്പരം കേൾക്കുക. വാക്കുകൾ, കണ്ണുകൾ, സൗമ്യമായ സ്പർശനം എന്നിങ്ങനെ ചെറിയ ആംഗ്യങ്ങളിലൂടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഒരു ദിവസം പറഞ്ഞു നോക്കൂ, നിങ്ങൾ ക്ഷീണിതനായി തോന്നുന്നു, നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാം. ആ ഒരു വാചകം വീണ്ടും ഊഷ്മളത ജ്വലിപ്പിക്കും. ഹൃദയം നിറയുമ്പോൾ ശരീരം പിന്തുടരും, പ്രണയം വീണ്ടും ജീവിക്കും. ഒരു ബന്ധത്തിൽ പഴയ ആവേശം നഷ്ടപ്പെട്ടാൽ അതിനർത്ഥം സ്നേഹം ഇല്ലാതായി എന്നല്ല. നീ പുനരുജ്ജീവിപ്പിക്കാനുള്ള അവസരം കാത്തിരിക്കുകയാണ്. സ്നേഹം മറക്കുന്നവരുടെയല്ല, ഓർക്കുകയും വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നവരുടേതാണ്. നിങ്ങളുടെ ബന്ധം അതിൻ്റെ ഊഷ്മളത വീണ്ടും കണ്ടെത്തട്ടെ. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.